ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ മക്കളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്നിട്ട് പിന്നെ അകത്ത് കയറിക്കോണേ. അപ്പോഴാണ് നമ്മൾ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു, അതിൻ്റെ പാത്രം ഒന്നും കഴുകിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി. ഇത് കഴിയുന്ന എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. ഇന്നാണെങ്കിൽ മുഴുവൻ ഒട്ടിപ്പിടിച്ച് ആ പാത്രത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഉരച്ച് കഴുകിയാലേ അത് പോകത്തുള്ളേ. പിന്നെ അതിനുശേഷം എനിക്ക് പല്ല് കാണിക്കാനായിട്ട് പോകണമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ കമ്പി ഇട്ടിട്ടുണ്ടെന്ന് പല്ല്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അമ്മമ്മയെ കാണാനായിട്ട് കയറിയായിരുന്നു, തിരിച്ചു വരാൻ നേരത്തെ. അപ്പോൾ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്നു. ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവം കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതാണ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അത് വാങ്ങിക്കൊണ്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം സാമഗ്രികളായിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, നല്ല കാലാവസ്ഥയൊക്കെയാണ്, മഴയൊന്നും ഇല്ല, വെയിലൊക്കെയാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പോകുന്നിടത്ത് നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് ഒരു നാരങ്ങ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നേ. പിന്നെ അതെടുത്തിട്ട് ഞാൻ പിഴിഞ്ഞു വെള്ളം കുടിക്കാൻ. നാരങ്ങയ്ക്ക് ഞാൻ ശകലം പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഇവിടെ എല്ലാത്തിനും പഞ്ചസാരയാണ്. അങ്ങനെ പിന്നെ പേടിയുമാണ്, എന്നാൽ പഞ്ചസാര ഇല്ലാതെ കുടിക്കാനും പറ്റത്തില്ല. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ട് പിഴിഞ്ഞു കുടിച്ചായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ചോറൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ. ഞാനും ഇന്ന് ഇഡലി സാമ്പാറുമാണ് കൊണ്ടുപോയത്. അതുണ്ടെങ്കിൽ പിന്നെ അതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചേ. പിന്നെ ഞങ്ങളുടെ ആസിഡ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നേ. സൂക്ഷ്മമായിട്ട് നോക്കുന്നത് അതിൽ ശകലം ലീക്ക് പോലെ ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയി കേട്ടോ. അത് നല്ല എഫക്റ്റുള്ള സാധനമില്ലേ. അങ്ങനെ പിന്നെ ഞാനത് ഈ തെർനാസിലാണ് ഒഴിച്ചു വെക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അതിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ചെറിയൊരു ബോട്ടിലോട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് മിക്സ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് വെള്ളം തിളച്ചപ്പോൾ പിന്നെ ഞാൻ അരി കഴുകിയിട്ടെ. പിന്നീട് ഞാൻ ഇങ്ങനെ ഓരോ ചിരട്ടയിലും നടന്നാണ് ഇങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ, ഒട്ടേറെ ആയിട്ട് എടുക്കാനായിട്ട്. അതായത് ഷീറ്റ് ആക്കുന്നില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ അരിയൊക്കെ വെന്ത് കേട്ടോ. അപ്പോൾ പിന്നെ കറിക്ക് വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ വരാൻ നേരത്ത് ഇവിടെ അടുത്ത് ചിക്കൻ തോരൻ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ചിക്കൻ തോരൻ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ രസവും പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ അതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചേ. പിന്നെന്താ, വേറെ വിശേഷമൊന്നുമില്ല. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.